പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനം ഞാൻ വായിക്കും. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനിയും യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി. യാക്കോബ് പ്രതികൂലമായ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയ സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. യാക്കോബ് ഒരിക്കൽ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ സന്ധ്യയായപ്പോൾ താൻ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയും യാക്കോബുമായിട്ട് ഒരു സംഭാഷണം ഉണ്ടാകുകയും ചെയ്തു. സംഭാഷണം കഴിഞ്ഞ് ദൂതൻ പോകാൻ തുടങ്ങിയപ്പോൾ യാക്കോബ് ദൂതനെ കയറി കെട്ടിപ്പിടിച്ചു. ദൂതനോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. അനുഗ്രഹത്തിനായി പിടിമുറുക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ പൈതൽ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന പദം ഇതാണ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെങ്കിൽ അനുഗ്രഹം ലഭിക്കുന്ന ദൈവപാദപീഠത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്നുകൂടാ? ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ പലർക്കും സമയമില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവർക്കാണ് അനുഗ്രഹം. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. ഇവിടെ പറയുന്നത്, യാക്കോബ് പറയുക, അങ്ങനെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. ദൂതനുമായുള്ള സംഭാഷണത്തിന്റെ അവസാനം ദൂതൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവത്തോട് നിലവിളിക്കുന്നവരുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം. അതായത് പൽക്കാലം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള വാക്ക്. ദൈവപാദപീഠത്തിൽ ഇരുന്ന് കരയുകയും നിലവിളിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതന്റെ അവസ്ഥയെ ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവരെ വിടുവിക്കും. സ്തോത്രം. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഭക്തന്മാരെ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിലവിളിക്കുന്നവരുടെ അവസ്ഥ മാറ്റുന്ന ദൈവം. ഹന്ന തന്റെ സ്വന്തം ഭവനത്തിനകത്ത് പ്രതികൂലം വന്നപ്പോൾ ഹന്ന പോയി ദൈവപാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തോട് നിലവിളിച്ചു, കരഞ്ഞു. അല്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാകത്തൊക്കെ പറഞ്ഞ, ഹന്ന പോയി അവിടെ ഒരു പ്രാർത്ഥനയാൽ ഒരു മല്ലുപിടുത്തം നടത്തി. ആ മല്ലുപിടുത്തം, ആ പ്രാർത്ഥനയാലുള്ള ദൈവത്തോടുള്ള ആ ദൈവിക സംഭാഷണം ഹന്നയുടെ ജീവിതത്തെ ആകമാനം അങ്ങ് മാറ്റി. സ്തോത്രം. ദൈവപൈതലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിലും എത്രയും വേഗം നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോവുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് പിന്മാറിപ്പോകാതെ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒന്നും വെയിറ്റ് ചെയ്യുക. കാരണം കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കാൻ കഴിയുന്നത്. ഇതൊരു പുതുക്കലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ദൈവപൈതലിനെ ദൈവം എന്ത് ചെയ്യാണ്? ഒന്ന് രൂപഭംഗിയെടുത്ത് ചെയ്യുക. യാക്കോബേ, ഇനിയും മുതൽ, എപ്പോൾ മുതൽ? എന്നെ കണ്ടെത്തിയ സമയം മുതൽ, എന്റെ വാക്കനുസരിച്ച സമയം മുതൽ, എന്റെ കരം നിന്റെ തലയിൽ വെച്ച സമയം മുതൽ, ഓ സ്തോത്രം, നിന്റെ സാഹചര്യത്തെ ഞാൻ മാറ്റാൻ പോവുകയാ. ദൈവപൈതലേ, നീ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം നിന്റെ സാഹചര്യത്തെ മാറ്റാൻ പോവുകയാ.
പത്രോസേ, നിന്റെ പടകിനകത്തിരുന്ന് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസിന്റെ സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്താൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനയാൽ മല്ലുപിടിക്കുന്ന ദൈവ പൈതലാണോ നീ? അനേക നാളുകളായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷമങ്ങൾക്കും വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചില്ലാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം ഇപ്പോൾ മാറ്റം വരുത്താൻ പോവുകയാണ്. സ്തോത്രം. ബൈബിളിലെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ദൈവം യേശു കർത്താവ് ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് പറയും. അനേക നാളുകളായിട്ട് കൂനിയായിരുന്ന ഒരു സ്ത്രീയെ യേശു കർത്താവ് ഉയർത്തുക, ഇവിടെ കൂനി മാറ്റുക. അനേക നാളുകളായി കുളക്കടവിൽ വെള്ളത്തിന്റെ ഇളക്കം കാത്ത് രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരുന്ന മനുഷ്യനെ വെള്ളത്തിൽ ഇറക്കാതെ ദൈവം അവന്റെ സാഹചര്യത്തെ അങ്ങ് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന നിലയിലൊന്നും അല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ സാഹചര്യം മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. അതാ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, എന്റെ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന്. യെസ്, മൈ ഗാഡ് ഈസ് എ പവർഫുൾ ഗാഡ്. എന്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് നിന്റെ കട്ടതയ്ക്ക് വിരാമമിടുവാൻ, നിന്റെ രോഗത്തിന് സൗഖ്യം നൽകുവാൻ, നിന്റെ ഹൃദയ വേദനകളെ തുടച്ചു നീക്കി നിന്നെ മുൻപോട്ട് വിടത്തക്ക നിലയിൽ നിന്നെ ഒരുക്കിയെടുക്കുക എന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വീണാൽ നമ്മളത് പുതുക്കം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഉണങ്ങിക്കിടക്കുന്ന പുല്ലിന്റെ മുകളിലേക്ക്, വാടിക്കരിഞ്ഞിരിക്കുന്ന പുല്ലിന്റെ മുകളിലേക്ക് ചില മഴത്തുള്ളികൾ വീണ് അല്പനേരം കഴിയുമ്പോൾ ഈ പുല്ലുകളൊക്കെ ഒന്ന് തല ഉയർത്തി വരുന്നത് പോലെ ചില വിഷയത്തിന്മേൽ നീ തളർന്നു പോയ സാഹചര്യത്തിൽ, നീ കരിഞ്ഞുപോയ ചില സാഹചര്യത്തിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ചില പരിശുദ്ധാത്മാവിന്റെ മഴയെ നിന്റെ മേൽ അയച്ച് ദൈവം നിന്നെ കിളിപ്പിക്കാൻ പോവുകയാ, നിന്നെ മുളപ്പിക്കാൻ പോവുകയാ. മുള പൊട്ടി നീ പുറത്തേക്ക് വരും. സഭ യേശുവിന്റെ നാമത്തിൽ ഒരു കടുകുമണിയുടെ അനുഭവം പോലെ ഇന്ന് നീ ആയിരിക്കുന്നുവെങ്കിൽ ആ കടുകുമണിയെ വളർത്തി അനേക ശാഖകൾ ഒരു വൃക്ഷമാക്കി തീർത്ത് അനേകർക്ക് അത് ആശ്വാസമാകുന്ന ഒരു വട വൃക്ഷമാക്കി തീർന്നതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാ. അതുകൊണ്ട് വചനം ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നിന്റെ പേര് മാറ്റാൻ പോവുകയാ, നിന്റെ അവസ്ഥ മാറ്റാൻ പോവുകയാ. ഇന്നുവരെയും നിന്നെ ഒരു ദൈവവൈതലല്ല, ദൈവവൈതലെന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിന്നെ ദൈവവൈതലെന്ന് ലോകം വിളിക്കാൻ പോവാ. ദൈവത്തിന്റെ മകനെന്നും ദൈവത്തിന്റെ മകളെന്നും നിന്നെ വിളിക്കാൻ പോവുക. അതുകൊണ്ട് യാക്കോബിനെ പോലെ ദൈവസന്നിധിയിൽ മുട്ടുമേലിരിക്കുക, ദൈവത്തോട് നിലവിളിക്ക്. അപ്പാ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങനെ വിടുകയില്ല എന്ന് ദൈവത്തോടൊന്ന് പറ. ആഗ്രഹങ്ങളൊക്കെ ദൈവത്തോട് പറ. അല്ലാതെ വഴക്കുമൊക്കെ ഉണ്ടാക്കി ശല്യം ചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ കുറവുകളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോടൊന്ന് നിലവിളിയില്. ഇന്ന് പകൽക്കാലം ദൈവം സകല ചേഞ്ചസ് വരാൻ പോവാ. നിന്റെ സ്വഭാവത്തെ ദൈവം ആകമാനം ഒന്ന് മാറ്റാൻ പോവുക. ഒരു ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടി എന്നാണ് വചനം പറയുന്നത്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനൊരു പുതിയ അനുഭവം, അവന്റെ സംസാരം, അവന്റെ രീതികളെല്ലാം ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുക. മരിച്ച അവസ്ഥയിൽ ദൈവം ഉയർച്ചിപ്പിച്ച അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. നാറ്റം വെച്ച് കിടന്ന ലാസറിനെ ദൈവം രൂപഭംഗി ചെയ്ത് ജീവൻ കൊടുത്ത് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തി നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. അതുകൊണ്ട് വിശ്വസിക്കുക,
ഇന്ന് പൽക്കാലം ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായെങ്കിൽ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് മറ്റുള്ള ആർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങൾക്ക് ഈ പ്രഭാഷണങ്ങൾ, ദൈവവചന പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് അയച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായിയായി തീരുന്നു എങ്കിലും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആഗമാനമുള്ള ദൈവിക മാറ്റങ്ങളെ കണ്ടുകൊണ്ട് സ്തോത്രത്തോടെ നിങ്ങൾ കിടക്ക വിട്ട് എഴുന്നേറ്റ് നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുക. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.